ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ സുൽത്താൻ ബത്തേരിയിലും തമിഴ്നാട്ടിലെ ചേരമ്പാടിയിലും എത്തിച്ച് തെളിവെടുത്തു. കൊല്ലപ്പെട്ട ഹേമചന്ദ്രനെ നൌഷാദ് താമസിപ്പിച്ചിരുന്ന ബത്തേരിയിലെ വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. മെഡിക്കൽ കോളേജ് ACP A ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നൌഷാദുമായി തെളിവെടുപ്പിലെത്തിയത്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാളായ അജീഷുമായാണ് കേരള പോലീസ് സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തമിഴ്നാട്ടിലെത്തുന്നത്. ചേരമ്പാടിക്കടുത്ത് കാപ്പിക്കാട് വനമേഖലയിൽ അജീഷ് കൃത്യമായി ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇന്ന് ഫോറസ്റ്റും ഞങ്ങൾ വന്ന് നോക്കി ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ വലിയ ഒരാളെ ചെറിയൊരു പയ്യനെ കൊണ്ടുവന്നു. ഓനെ ഇവിടെ കൊന്നിട്ടെന്ന് പറഞ്ഞ് സ്ഥലം കാണിച്ചു. നൌഷാദ് അടക്കമുള്ളവർ ചേർന്ന് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വ്യക്തമാക്കുന്നതാണ് സുഹൃത്തുക്കളുടെ മൊഴി. രാവിലെ 10:30യോടെയാണ് സുൽത്താൻ ബത്തേരി കൈവട്ടമൂലയിലെ വീട്ടിലേക്ക് നൌഷാദുമായി പോലീസ് സംഘം എത്തിയത്. ഈ വീട്ടിൽ വെച്ചാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവുകൾ ശേഖരിച്ചത്. തെളിവെടുപ്പ് 3 മണിക്കൂറോളം നീണ്ടു. വീടിനകത്തും പുറത്തുമായായിരുന്നു തെളിവ് ശേഖരണം. കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെയും തന്റെയും വസ്ത്രങ്ങളും ചില രേഖകളും വീടിന് പുറകിൽ വെച്ച് കത്തിച്ചതായി പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. വീടിന്റെ മുൻവശത്തെ വഴിയൊഴിവാക്കി പിൻഭാഗത്തു കൂടിയാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം വാഹനത്തിൽ കയറ്റി ചേരമ്പാടിക്ക് കൊണ്ടുപോയതെന്നും നൌഷാദ് മൊഴി നൽകി. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതി പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും ഞങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ പ്രതിയുടെ തെളിവെടുപ്പ് നടത്തട്ടെ. അതിനുശേഷം ബത്തേരിയിലെ തെളിവെടുപ്പിന് ശേഷം ഉച്ചയോടെയാണ് അന്വേഷണ സംഘം പ്രതിയുമായി മൃതദേഹം കുഴിച്ചിട്ട ചേരമ്പാടി വനമേഖലയിലെത്തിയത്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് നൌഷാദ് ആവർത്തിക്കുന്നത്. എന്നാൽ സാഹചര്യ തെളിവുകൾ വെച്ച പോലീസ് നൌഷാദിന്റെ വാദം മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇന്നത്തെ തെളിവെടുപ്പിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, വയനാട്.